ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കുരുമുളക് ഇട്ട മുട്ട റോസ്റ്റാണ്. അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് വിടാകുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കറിവേപ്പില നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിനകത്തിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ സവാളയൊക്കെ വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറുന്നിട വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഈ സവാളയൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അതിലേക്ക് വലിയ 2 സവാളയാണ് ചേർത്ത് കൊടുത്തത്. അതിന് പകരം ഒരു വലിയ സവാളയും ബാക്കി ചെറിയുള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു മസാലയ്ക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിനകത്തിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതിനകത്തിലേക്ക് മുളക് പൊടിയും പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല. ഈ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും എരിവും ഒക്കെയാണ് ഈ ഒരു മസാലയ്ക്ക് കിട്ടുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം ഇതിനകത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അതിലേക്ക് ഒത്തിരി മസാലകളൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്, അത് ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒരു 10-30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയുടെ മണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിലിടാതെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ഈ ഒരു സവാളയിലും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിലെ വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇതുപോലെ ഒന്ന് ഉടയാനുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്ത് 2ആയിട്ട് മുറിച്ചാണ് എടുക്കുന്നത്. അത് ഈ മുറിച്ചെടുത്ത ഭാഗം മസാലയിലേക്ക് മുങ്ങിയിരിക്കുന്ന പോലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ ബാക്കിയുള്ള മസാല നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. മസാല നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വശം നന്നായിട്ട് കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ വശം കൂടെ നന്നായിട്ട് 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് മുട്ടയിലേക്ക് പിടിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മസാല കുറച്ചുകൂടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടും വരും. നന്നായിട്ട് ഇതുപോലെ ഒന്നുകൂടെ ഇതിൻ്റെ മേലെയൊക്കെ നന്നായിട്ട് മസാല കോട്ട് ചെയ്തെടുത്തതിന് ശേഷം 1 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കുരുമുളക് റോസ്റ്റ് റെഡിയായി. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്